ഹലോ ഗായ്സ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും കയറാം. അപ്പോൾ ഇന്നലെ നമുക്ക് ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ ലൈവൊക്കെ കഴിഞ്ഞപ്പോൾ അടിപൊളിയായി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഈ വീഡിയോ ഒക്കെ കാണുമെന്ന് വിചാരിക്കുമ്പോൾ നമുക്കൊരു ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറഞ്ഞു. അപ്പോൾ അന്നത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ബാക്കി വരുന്നതിൽ നമുക്ക് വരുന്ന വഴിയിൽ കാണാം ഗായ്സ്. അപ്പോൾ ആദ്യം പോയി ഒന്ന് കുളിക്കണം. അപ്പോൾ കുളിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഗായ്സ്, നമ്മൾ രാവിലെ തന്നെ കഴിക്കുന്നത് നമ്മൾ പുട്ടും പിന്നെ നമ്മൾ ഒരു സോയാബീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളത് പുട്ടിൽ മഞ്ഞ കളർ നോക്കും. അപ്പോൾ അത് ചോളപ്പൊടിയും വെച്ചിട്ട് പുട്ടുപൊടിയിൽ ചോളപ്പൊടിയും വെച്ച് മിക്സ് ചെയ്തിട്ടൊരു ഉള്ള പുട്ടാണ്. പിന്നെ ഗൈസ് നമ്മൾ വടക്കഞ്ചേരി വരെ പോയി. അപ്പോൾ പോയപ്പോൾ നമ്മളൊരു കടയിൽ കയറി. നമ്മൾ ഈ ഷേക്കിൻ്റെ പേര് എന്തോ ഒരു ഷേക്ക് ഗൈസ്, കാശ്മീരി ഷേക്ക് എന്നാണ്. അപ്പോൾ ഒരു ഷേക്ക് എന്ന് പറഞ്ഞാൽ കട്ടി ഉണ്ടാവില്ലേ, പക്ഷെ കട്ടിയുള്ള ഷേക്ക് നമുക്ക് പെട്ടെന്ന് കുടിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ഇനി പോകുമ്പോൾ ഏതെങ്കിലും കടയിൽ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് ഗൈസ്. അപ്പോൾ അതങ്ങ് നമ്മൾ അത് കുടിച്ച് തീർത്തു. പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ ഫുഡ് കഴിച്ചു ഗൈസ്. മീൻ വറുത്തതൊക്കെ ഉള്ളിയൊക്കെ കൂട്ടി നമ്മൾ ഫുഡ് അങ്ങനെ ആ പരിപാടി നമ്മൾ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് നേരം എടുത്ത് ഗൈസ്, ഷേക്ക് കുടിച്ചല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് മെല്ലെ നമ്മൾ കഴിച്ച് തീർത്തു. പിന്നെ ഞാനൊരു സ്ഥലം വരെ പോവുകയാണ്. കാരമല എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഗൈസ്, ബാക്കി ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളത് പറയും. ഇത് ഞങ്ങൾ പോണ വഴിയാണ്, ഇത് ഏതാണെന്ന് പറയണം. അപ്പോൾ ആ സ്ഥലത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇപ്പം പറയും, അത് കേൾക്ക്. അപ്പോൾ ഗൈസ്, നമ്മളെന്നുള്ളത് നമ്മുടെ കാരമലേൻ്റെ പാർക്കാണ്, നമ്മുടെ സ്വന്തം ആലത്തൂരിന്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് സംസാരിക്കാനും അതേപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അതിനുള്ള വിഷ്വൽസൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ ഗൈസ്. ഇവിടുത്തെ ഒരു കുളമാണെന്ന് ചിലവർ പറയുന്നുണ്ട് മീനുള്ളത്, ചിലവർ പറയുന്നുണ്ട് അത് മറ്റേ സ്വിമ്മിംഗ് പൂളാണ് പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അതൊക്കെ നമ്മൾ കണ്ടു. ചിലവർ കുളമെന്ന് പറയുന്നുണ്ട്, ചിലവർ എന്താണ് ശരിക്കും ഉണ്ടാക്കിയവർക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഗൈസ്, ഇത് ഞാൻ തൂങ്ങി കളിച്ചു. അപ്പോൾ അതിൻ്റെ ഇതൊന്ന് നിങ്ങൾ കണ്ടിട്ട് വാ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ ഗൈസ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ ചമ്മി ഗൈസ്. അപ്പോൾ ഇതാണ് ആ സ്ഥലം. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് അത്യാവശ്യം ഒരു പ്രകൃതിയൊക്കെ നിൽക്കുന്ന ഒരു മലൻ്റെ മേലെയാണ്. അപ്പോൾ ഇത് സ്ഥലം നമ്മുടെ ആലത്തൂർ വരുന്നത്. ആലത്തൂരിൽ നിന്ന് ജസ്റ്റ് ഒരു 7 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ പ്രകൃതി ഭംഗിയത് ആസ്വദിക്കാനുള്ളതായിരിക്കും ഞാൻ കാണിച്ചു തരാം ഗൈസ്. പ്രകൃതി ഭംഗീൻ്റെ വീഡിയോ കാണിക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് ആടി നിന്നിരുന്നു, പക്ഷേ അത് അപ്പോഴേക്കും പൊട്ടാറായ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നമ്മൾ എക്സസൈസ് ചെയ്ത് ഗൈസ്. കുറച്ച് കാലം ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. അത്യാവശ്യം നല്ലൊരു പരിപാടിയാണത്. അപ്പോൾ ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അതിൽ കളിച്ചപ്പോൾ കാല് വേനിക്കുണ്ടായിരുന്നു. പിന്നെ ആ കുട്ടി നമ്മൾ കഴിഞ്ഞിട്ട് കയറാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നേരെ അടുത്തേക്ക് പോയി ഗൈസ്. നല്ല കാല് വേന ഉണ്ടാവും കുറച്ച് നേരം, അത് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. അപ്പോഴേക്ക് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് പൊക്കോളും. പിന്നെ ഇതും ലെഗിന് തന്നെയാണ് ഗൈസ്. ഇത് കുറച്ച് നേരം ഇരുന്ന് ചെയ്ത് അത് ഉരുതി പോകണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അത് കുറച്ച് നേരം നമ്മൾ ചെയ്ത് ഗൈസ്. അത്യാവശ്യം പണിയായിരുന്നു. പിന്നെ ഒരു കുട്ടി അപ്പുറത്ത് നിന്നിട്ട് ഒരു ചെറിയ കുട്ടിയെ അതാക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തു. അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഗൈസ്, സൈക്കിൾ ചവിട്ടുന്നതിൻ്റെ പകരമുള്ള സംഭവമാണ്. ഇത് ഞാൻ അധികം എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് സൈക്കിൾ ഓട്ടുന്നത്, പക്ഷേ നമ്മൾ എയറിൽ പോകണ പോലെയിരിക്കും. അതാണ് ഗൈസ് ഇതിൻ്റെ പ്രശ്നം. നമ്മൾ വീഴണ പോലെയൊക്കെ ഇരിക്കും. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്, ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ സൈക്കിള് ചവിട്ടണ പോലെയുള്ള സംഭവമാണ് ഗൈസ്. ഓ, ഇതാ എവിടെയുള്ളതെന്ന് അറിയില്ല. ഉള്ള സ്ഥലമെന്ന് ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ച് ഇത് കാണിച്ചു തരാം. അപ്പോൾ അത്യാവശ്യം ക്രൗഡ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. ആൾക്കാർ കഴിയുന്തോറും വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു കോണ് വഴിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല വൈകിട്ട് സമയമായി, അത്യാവശ്യം ലൈറ്റൊക്കെ ആയി. ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. കുറച്ചേ ലൈറ്റുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ കോണ് തിന്നാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകാൻ സമയമായിരിക്കും. അത്യാവശ്യം നമ്മൾ നൈറ്റൊക്കെ ആയി. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്താണ് പോകാൻ പോകണം. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് നമുക്ക് ലൈറ്റൊക്കെ ഇട്ടതിൻ്റെ കുറച്ച് വിഷ്വൽസും കൂടി കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് നേരെ ലൈറ്റ് ഇട്ട വിഷ്വൽസ് കാണിച്ചു തരാം ഗൈസ്. ഞാൻ അതിൻ്റെ അടുത്താണ് നിൽക്കുന്നത്.
ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് പോകാൻ പോണേ. അപ്പോൾ അതിൻ്റെ ലേറ്റ് ഇട്ടത് കുറച്ച് നല്ല കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഗൈസിന് ബാക്കി നമുക്ക് വീട്ടിൽ വെച്ചിട്ട് കാണാം. അപ്പോൾ ടാറ്റ ഗൈസ്. അപ്പോൾ നമ്മളൊരു വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഇതിനൊരു ഇതിൻ്റെ പേര് ഇങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഈ വ്യൂ പോയിൻ്റ് പേരിട്ടിരിക്കുന്നത് കാരമല വ്യൂ പോയിൻ്റ് എന്നാണ്. അപ്പോൾ ഒന്ന് കാണും ഗൈസ്. എങ്ങനെയുണ്ട്? നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ അഡ്വഞ്ചർ പാർക്ക്. അഡ്വഞ്ചർ ഒന്നും ഇല്ല ഗൈസ്, പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം റിലാക്സ് ആവാൻ വെച്ചിട്ടുള്ള പാർക്കൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ അടിയിൽ ഒരു വലിയ കുളമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിക്കാരും പോകാണ്ടിരിക്കുക. അപ്പോൾ ഗോ ടു ഹോം. കുറച്ച് നമ്മൾ കടലെ മേടിച്ചു. ഇവിടെ നിന്ന് ചന്ദ്രൻ്റെ ഫോട്ടോ എടുക്കേണ്ടത് ഗൈസ്. ഇവിടെ ചന്ദ്രനുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമ്മളിതാ കടലിൽ തന്നെയാണ്. നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. ഹലോ ഗൈസ്, അപ്പുറത്തൊരു ചേട്ടൻ ഹലോ ഗൈസ് ഞാനും ഉണ്ട് പറഞ്ഞു. ഇത് ഒരു ASMR വീഡിയോ പോലെ ഇല്ലേ? ഒന്ന് കേട്ട് നോക്ക് സൗണ്ട്. വെറുതെ പറഞ്ഞ ASMR ഒന്നുമല്ല. നമ്മൾ കുറച്ച് വയറ് വേദനിക്കണമായിരുന്നു. അപ്പോൾ എക്സസൈസ് ചെയ്തിട്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ ഉപ്പിട്ട് നല്ല ഉപ്പൊക്കെ ഇട്ട് നമ്മൾ സോഡ കുടിച്ചു. അപ്പോൾ ഗൈസ് എൻ്റെ മുഖം കറക്റ്റായിട്ട് തന്നെയാണ്. അപ്പോൾ കുഴപ്പമില്ല കുറച്ച്. അപ്പോൾ നമ്മൾ നമ്മുടെ കാരമല നമ്മളെ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോയിട്ട് വന്നു. അപ്പോൾ നാളെ നമുക്ക് സ്കൂളിലൊക്കെ പോകണം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇത് ഇഷ്ടമായി ഒന്ന് ലൈക്കും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മൾ സോഡ കുടിച്ചു എന്നിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് ഇനിയും പ്രചോദനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നിങ്ങളുടെ കമൻറ്റും ലൈക്കൊക്കെ വേണ്ടത്. അപ്പോൾ ഇനി കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്തിട്ട് അതിൻ്റെ അത് പറയാം. സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല വീഡിയോസാണ് വരുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അടിപൊളി വീഡിയോസ് ആയിരിക്കും ഇടുക. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് അത് കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ ടാറ്റ ഗൈസ്. അപ്പോൾ ഇനി എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.